എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗാഥാസ് കല്യാണത്തിലേക്ക് സ്വാഗതം. ഓടക്കുഴൽ നാദവും മയിൽപീലിയുടെ അഴകും നിറയ്ക്കുന്ന മറ്റൊരു ജന്മാഷ്ടമി കൂടി വന്നെത്തിയിരിക്കുന്നു. നാടും നഗരവീഥികളും ഉണ്ണിക്കണ്ണന്മാരെയും കുഞ്ഞു രാധമാരെയും കൊണ്ട് നിറയുന്ന ദിനം. ഇവരുടെ വേഷവിധാനവും അലങ്കാരവും കാണാൻ തന്നെ ഒരു പ്രത്യേക ചേലാണ്. കുട്ടിക്കുറുമ്പുകളെ അണിയിച്ചൊരുക്കാൻ കാത്തിരിക്കുന്നവരെ ഇത്തവണ സ്വന്തമായി കൃഷ്ണവേഷത്തിന് വേണ്ടിയിട്ടുള്ള കിരീടം തയ്യാറാക്കിയാലും. ഇവിടെ കാണിച്ചിട്ടുള്ള ഈ കിരീടം ഇപ്പോൾ തലവടി ആനപ്രമ്പാൽ ശ്രീധർമ്മശാസ്താവിൻ്റെ വിഗ്രഹത്തിലാണ് ചാർത്തിയിരിക്കുന്നത്. രാത്രിയിൽ ഈ കിരീടം നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ നിർമ്മാണശേഷം എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാൽ തികച്ചും യാദൃച്ഛികമായിട്ട് പിറ്റേ ദിവസം ആനപ്രമ്പാൽ അമ്പലത്തിൽ പോകാൻ അവസരം ലഭിക്കുകയും അവിടെ ഇത് സമർപ്പിക്കുകയും ചെയ്തു. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതുപോലെ ഒരു സാധാരണ പേപ്പർ എടുത്തിട്ട് അത് മടക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡിലായിട്ട് കിരീടത്തിൻ്റെ ഡിസൈന് നമുക്ക് ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് വെട്ടിയെടുക്കാം. ഇപ്പോൾ നമുക്ക് കിരീടത്തിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഈ ചുരിദാറിനൊക്കെ പടിയായിട്ട് വെക്കുന്ന തരത്തിലുള്ള സ്ട്രിപ്പാണ്. ഇത് 5 രൂപയ്ക്കാണ് ഞാൻ കടയിൽ നിന്ന് മേടിച്ചത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ളൊരു കോട്ടൺ തുണിയാണ്. അതുപോലെ സ്ട്രിപ്പ് എടുക്കുമ്പോൾ നമുക്ക് വലിയ മുറിച്ച് എടുക്കാൻ പറ്റുന്ന സ്ട്രിപ്പൊക്കെ കടയിൽ അവൈലബിൾ ആണ്. പക്ഷേ അത്രയും നമുക്ക് വേസ്റ്റ് ആയി പോകും, അത്രേൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ സ്ട്രിപ്പ് മേടിച്ചത്. സ്ട്രിപ്പ് ഇതുപോലെ മുറിച്ച് ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ വരുത്തിയതിന് ശേഷം നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്യുമ്പോൾ സ്ട്രിപ്പ് തുണിയോട് ഒട്ടിപ്പിടിക്കുന്നതാണ്. അതുപോലെ മറുവശവും നമുക്ക് ഒട്ടിക്കേണ്ടതാണ്. അതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫാബ്രിക് ഗ്ലൂ ഉണ്ട്. ഫാബ്രിക് ഗ്ലൂ തേച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് ഇത്രയും ഭാഗം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി ഫാബ്രിക് ഗ്ലൂ വെച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കാം. അതിന് മുമ്പ് ഇതിനൊരു ഉറപ്പ് വേണം. അതിനാണ് ഞാനിങ്ങനെ 2 സ്ട്രിപ്പ് ഇതുപോലെ കുറുകെ വെക്കുന്നത്. അല്ലെങ്കിൽ മടങ്ങിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മറുഭാഗവും ഇതുപോലെ കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2 സൈഡിലും കോട്ടൺ ക്ലോത്ത് വരണം. ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒട്ടിക്കുകയാണ്. മറ്റേ സൈഡിന് അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ അയൺ ചെയ്തപ്പോൾ തന്നെ ആ സൈഡ് ഒട്ടിയിട്ടുണ്ട്. ഈ സൈഡ് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, അതാണ്. നന്നായിട്ട് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒന്ന് ഉണങ്ങട്ടെ. ഉണങ്ങിയതിന് ശേഷം നമുക്കിത് വേണ്ട ആകൃതിയിൽ മുറിച്ചെടുക്കാം. നമ്മുടെ ഈ ഷേപ്പ് പേപ്പർ വെച്ച് കട്ട് ചെയ്തുണ്ടാക്കിയ ഷേപ്പ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. നമുക്ക് ഇത് മുറിച്ചെടുക്കാം. ഇത് കോട്ടൺ തുണി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ എടുക്കുന്നത് സ്റ്റോൺ ഗ്ലൂ അഥവാ ഫാബ്രിക് ഗ്ലൂ ആണ്. ഞാനിവിടെ കടയിൽ നിന്ന് കുറച്ച് സ്റ്റോൺസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. സ്റ്റോൺസും അതുപോലെ ഗോൾഡൻ ചെയിനും എല്ലാം മേടിച്ചിട്ടുണ്ട്. പാക്കറ്റ് ഒന്നിന് 10 രൂപ 20 രൂപ ആ ഒരു നിരക്കിലാണ് ഇത് കടകളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ത്രെഡ് ഹൗസുകളിലാണ് ഇത് മേടിക്കാൻ കിട്ടുന്നത്. ഇനി ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ തന്നെ നമ്മുടെ പഴയ സാരിയുടെയോ ചുരിദാറിൻ്റെയോ ഒക്കെ ഇതുപോലത്തെ ബീഡ്സും മറ്റു കാര്യങ്ങളും വീട്ടിൽ കാണും. അതൊക്കെ എടുത്തിട്ട് നമ്മൾ മനോധർമ്മം അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. മെയിൻ ഭാഗം ആ ക്ലോത്ത് എങ്ങനെ മുറിക്കുന്നു, അതിൻ്റെ ആ കിരീടത്തിൻ്റെ ഷേപ്പ് കൊണ്ടുവരുന്നു, ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് ശേഷം ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് ചുരിദാറിൻ്റെ ഒക്കെ അറ്റത്ത് വെക്കുന്ന, സാരിയുടെ അറ്റത്ത് വെക്കുന്ന ടൈപ്പ് ഒരു ലേസാണ്.
ഇത് ഒരു സ്റ്റോൺ ചെയിനാണ്. നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന സ്റ്റോൺസൊക്കെ ഒരു കത്രികയുടെ തുമ്പ് വെച്ചോ അല്ലെങ്കിൽ തീപ്പെട്ടിക്കമ്പ് വെച്ചോ മറ്റോ നമുക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലൊരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ കിരീടം ഉണ്ടാക്കണമെന്നൊന്നുമില്ല. താൽക്കാലികമായിട്ടുണ്ടാക്കുന്ന കിരീടമാണെങ്കിൽ അത് പേപ്പർ വെച്ചും അതുപോലെ കാർഡ്ബോർഡും ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ നമുക്കതിൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അലങ്കാരം എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇതിന് ചരട് കിട്ടിയില്ല എന്ന് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ പിന്നെ ഇതുപോലത്തെ 2 റിബൺ എടുത്തിട്ട് ഞാൻ തയ്ച്ചു കൊടുക്കാൻ പോവുകയാണ്. പുറകുവശത്തായിട്ട് ഇതുപോലെ വെച്ചിട്ട് സൂചി നൂല് ഉപയോഗിച്ച് ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിരീടം തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇതുപോലൊരു കിരീടം നിർമ്മിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്